നമുക്ക് ഈ ചെറുപഴം വെച്ച് ഒരു വട ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ഒരു 6 പഴം എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ പഴം ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പൊടി ഇടുവാണ്, ഒരു 2 സ്പൂണ് അരിപ്പൊടി, ഒരു ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിൽ ചേർക്കുവാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 ചെറിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്, കുറച്ച് കരിയാപ്പല അരിഞ്ഞത്, ഇതിലേക്ക് ഒരു 2 ഞുള്ള് കായപ്പൊടിയാണ്, ഇതിനാവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇതെല്ലാം ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഞാൻ ഇതിന് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഈ പഴത്തിൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് ഈ പൊടി കുഴച്ചെടുത്തത്. ഞാനിവിടെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ലേശം എണ്ണ ഒഴിക്കാം. ഇത്തിരി എണ്ണ തൂത്തിട്ട് നമുക്ക് ഇത് വടയുടെ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഇത് ആക്കാം. നമുക്ക് ഉണ്ടയാക്കി ഇങ്ങനെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു വടയുടെ രീതിയിലാണ് എടുക്കുന്നത്. അങ്ങനെ പഴം കൊണ്ട് ഞാൻ വടയുടെ രീതിയിൽ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ട് വറുത്ത് പോരാം. ഞാനൊരു കടായി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ വട ഓരോന്ന് അതിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, പഴം ആയതുകൊണ്ട് കരിഞ്ഞു പോകും. നമുക്കിതൊന്ന് മറിച്ചിടാവേ. ഇത് നല്ലൊരു മൂത്തിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപഴത്തിൻ്റെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും എരിവും ഉള്ള ഒരു വടയാണ്. നിങ്ങളെല്ലാവരും ഈ വടയൊന്ന് പരീക്ഷിച്ച് നോക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.